നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ചയാണ്. കർക്കിടക മാസം 29-ാം തീയതി. വയനാട് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഇന്നും തിരച്ചിൽ തുടരും. 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തിരച്ചിൽ നടത്തുക. മേപ്പാടി പഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ ഭൗമശാസ്ത്ര വിദഗ്ധർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഇന്നും ഉണ്ടാകും. ഈ ദുരന്തബാധിത മേഖലയിലൊക്കെ തന്നെ മഴ ശക്തമാകുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുന്നു എന്ന വാർത്തയും ഇന്നുണ്ട്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും വരുന്നു. ഇതുൾപ്പെടെ നിരവധി വാർത്തകൾ വരുന്ന പ്രഭാതമാണിത്. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് നമ്മൾ പോകുന്നു. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. 130 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 6 മേഖലകൾ കേന്ദ്രീകരിച്ചാകും ഇന്നത്തെ തിരച്ചിൽ. അതിനിടെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ മുതിർന്ന ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഇന്ന് പരിശോധിക്കുകയും ചെയ്യും. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, വലിയ മഴ ഇടയ്ക്കിടെ ആ പ്രദേശത്തൊക്കെ തന്നെ പെയ്യുന്നത് തിരച്ചിലിന് പ്രശ്നമാകുമോ? ഇന്നിപ്പോൾ രാവിലെ എന്താണ് അവിടുത്തെ ഒരു കാലാവസ്ഥ, ഇന്നത്തെ തിരച്ചിലിന്റെ വിവരങ്ങൾ? ഒപ്പം തന്നെ ഈ ഭൗമശാസ്ത്രജ്ഞൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ എത്തുമ്പോൾ ഏത് രീതിയിലാകും പരിശോധനകളും പഠനങ്ങളും? സ്മിത, ഇന്നലെ രാത്രിയൊക്കെ നല്ല ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു ഈ മേഖലകളിൽ. അത് വയനാട് പലയിടങ്ങളിലായിട്ട് ഇടവിട്ടിട്ടുള്ള മഴയുണ്ടായിരുന്നു. അത് ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട്. ഒരു ഘട്ടങ്ങളിൽ നമ്മൾ വരുന്ന ഇടങ്ങളിലൊക്കെ അത്തരത്തിലുള്ളൊരു അന്തരീക്ഷമുണ്ട്. ഇപ്പം ഇവിടെ നേരത്തേക്ക് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പം വീണ്ടും മൂടിക്കെട്ടിയ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഈ മഴ ശക്തമായിട്ട് പെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ തെരച്ചിൽ അത് ദുസ്സഹമാവും. കാരണം നമുക്കറിയാം, ഇവിടെയൊക്കെ ചളി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്, പാറക്കല്ലുകളാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുക അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുക എന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം മഴ പെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ തെരച്ചിൽ നടത്തുന്ന ആളുകളെ സാധാരണഗതിയിൽ സുരക്ഷയുടെ ഭാഗമായിട്ട് അവരെ തിരിച്ചു വിളിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഈ മഴ പെയ്യുമ്പോൾ ഇത്തരത്തിൽ തെരച്ചിൽ നടത്താറില്ല, അത് പൂർണ്ണമായിട്ടും നിർത്തിവെക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. നമുക്ക് ഒരു 8 മണി വരെ കാത്തിരിക്കാം. 8 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ സാധാരണഗതിയിൽ ഇവിടെ ഈ തെരച്ചിലൊക്കെ ആരംഭിക്കാറുള്ളത്. അപ്പോൾ 8 മണി വരെ നമുക്ക് കാത്തിരിക്കാം. നിലവിൽ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. മറ്റ് സേനാംഗങ്ങളോ അല്ലെങ്കിൽ ആരും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത്. ഇന്നും സാധാരണഗതിയിൽ തെരച്ചിൽ നടത്തും. 6 മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായിട്ടും ഈ തെരച്ചിൽ ഉണ്ടാവുക. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, യന്ത്രങ്ങൾ സഹായത്തോടു കൂടി നടത്തിയ തെരച്ചിലൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു. പല ഇടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും ആ രീതിയിൽ തന്നെ കൂടുതൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും NDRF-നെയും ഫയർഫോഴ്സിനെയും ഒക്കെ ഉപയോഗിച്ച് ഇന്നും തെരച്ചിൽ പുരോഗമിക്കും. അതൊരു 8 മണിയോട് കൂടി ആയിരിക്കും ഈ തെരച്ചിൽ ആരംഭിക്കുക എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ ചാലിയാറിലും വ്യാപകമായിട്ടുള്ള തെരച്ചിൽ ഇന്നും നടത്താൻ തന്നെയാണ് തീരുമാനം ആയിട്ടുള്ളത് പ്രധാനമായിട്ടും. കാരണം ചാലിയാറിൽ നിന്നാണ് കൂടുതലായിട്ടും ഇത്തരത്തിൽ ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്താനാണ് ഇന്നും തീരുമാനം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഇപ്പോൾ അല്പം മുമ്പ് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദുരന്തം എങ്ങനെയാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് വിദഗ്ധ സംഘം ഇന്ന് ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് ഇന്ന് ഈ ദുരന്ത മേഖലയിലേക്ക് എത്തുക. ദുരന്ത പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും അതുപോലെ തന്നെ അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകൾ ഈ സംഘം വിലയിരുത്തും. പിന്നീട് ദുരന്തം എങ്ങനെയാകാം നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഇവർ പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ഈ പഠന റിപ്പോർട്ട് അത് സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവർ രാവിലെ 10 മണിയോടുകൂടി എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കുന്നത് കലക്ടറേറ്റ് പരിസരത്താണ്. അവിടെ നടക്കുന്നത് ഈ മുണ്ടക്കൈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു പറ്റം പരിസ്ഥിതി പ്രവർത്തകർ. അതോടൊപ്പം തന്നെ ഈ അതിജീവിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ഒരു ഉപവാസ സമരം ഇന്ന് നടത്തുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ അതായത് ഈ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് വീടുകൾ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ വാടക വീടുകൾ ഉറപ്പുവരുത്തുക, അവരുടെ പുനരധിവാസം പ്രധാനമായിട്ടും ഉറപ്പുവരുത്തുക എന്നൊരു ആവശ്യമാണ് ഈ ഉപവാസ സമരം നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തകർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. അപ്പം അത്തരത്തിലൊരു പരിപാടി ഇന്ന് നടക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ഇന്ന് അവലോകന യോഗം ചേരും. മാത്രമല്ല, ഇനി കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയതുപോലെ ജനകീയ തെരച്ചിൽ തുടരണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ ഇന്ന് കുറെ കൂടി വ്യക്തത വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നും അവലോകന യോഗം, മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം
അവിടെ ഉണ്ടാകും, കളക്ടറേറ്റിൽ ഉണ്ടാകും. അപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പൂർണ്ണമായിട്ടും നിർത്തുന്നില്ല, അതായത് വരും ദിവസങ്ങളിലും തുടരും എന്നുള്ള കാര്യം. അപ്പോൾ അത് ഇനി എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ ഇന്ന് കുറെ കൂടി വ്യക്തത വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ ഒരു 8 മണിയോട് കൂടി ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കൂടുതൽ സേനാംഗങ്ങളും അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒപ്പം തന്നെ ഈ ചാലിയാറിലും വ്യാപകമായിട്ട് തിരച്ചിൽ നടത്തും. ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ 5 അംഗ സംഘം ഇന്ന് ഇവിടെ എത്തുകയും ചെയ്യും. സ്മിത. ശരി, ഷഹദ് റഹ്മാനാണ് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇന്ന് മഴ ശക്തമാവുകയാണെങ്കിൽ അത് തിരച്ചിലിന് തടസ്സമാകും എന്നുള്ള ആശങ്കയും ഇപ്പോൾ നിലവിലുണ്ട്. കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ മേഖലയിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരും. ഇന്നലെ പരിശോധന ആരംഭിച്ച സംഘം ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, പാനോം മേഖലകളിൽ ഒരാഴ്ചയോളം സന്ദർശനം നടത്തും. വിശദമായ പഠന റിപ്പോർട്ട് ഈ മാസം 20-നകം ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. ഈ പ്രദേശങ്ങളിൽ കുടുംബങ്ങളുടെ പുനരധിവാസം സാധ്യമാകുമോ എന്നാണ് സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ദുരന്തത്തിൽ രേഖകൾ നഷ്ടമായവർക്ക് ഈ മാസം 16-ന് നടത്തുന്ന പ്രത്യേക അദാലത്തിൽ രേഖകൾ പുതുതായി നൽകും. വിലങ്ങാട് സെയിന്റ് ജോർജ് ഹൈസ്കൂളിൽ നടക്കുന്ന അദാലത്തിൽ വിവിധ വകുപ്പുകളുടെ 12-ലേറെ കൗണ്ടറുകൾ പ്രവർത്തിക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ആദ്യഘട്ടത്തിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ പുഴയിൽ റഡാർ പരിശോധന നടത്തും. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് അത്ര പ്രായോഗികമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ തിരച്ചിൽ തുടരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടോ? ഇതില് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നേവി പങ്കുവച്ച വിവരമനുസരിച്ച് 3 നോട്ട്സിൽ താഴെയാണ് ഗംഗാവലി പുഴയിലെ നിലവിലെ അടിയൊഴുക്ക്. അതോടൊപ്പം തന്നെ ഷിരൂരിലും ഉത്തര കന്നഡ ജില്ലയിലും മഴ മാറി നിൽക്കുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമാണ്. അതുകൊണ്ട് തിരച്ചിൽ പുനരാരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട് എന്നതാണ് ഇന്നലത്തെ ഈ റിവ്യൂ മീറ്റിംഗ് വിലയിരുത്തിയത്. അതിനുശേഷമാണ് ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്ന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇന്ന് പ്രധാനമായും 2 ഘട്ടങ്ങളിലായിരിക്കും ഈ തെരച്ചിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക. അത് ആദ്യഘട്ടത്തിൽ പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിലിലേക്ക് നേവി കടക്കില്ല. അതിനു പകരം നേരത്തെ നമ്മൾ ഡ്രോൺ റഡാർ പരിശോധനകളിൽ കണ്ടെത്തിയ 4 സ്പോട്ടുകളുണ്ട്. അതിൽ 4ാമത്തെ സ്പോട്ടിലാണ് കൂടുതൽ സാന്നിധ്യം, ഈ ലോറിയുടെ സാന്നിധ്യം സംശയിക്കപ്പെടുന്നത്. ഇതുൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും റഡാർ പരിശോധിക്കും. അതായത് ലോറിയുടെ സാന്നിധ്യം കൃത്യമായി മാർക്ക് ചെയ്യുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. ആ റഡാർ പരിശോധനയ്ക്ക് ശേഷം അത് മാർക്ക് ചെയ്തതിനു ശേഷമായിരിക്കും ഈ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയിലേക്ക് കടക്കും. അത് 2ാം ഘട്ടമായിരിക്കും. എന്തായാലും രാവിലെ 9 മണിയോടെ നേവി സംഘം, കാർവാറിൽ നിന്നുള്ള സംഘം ഷിരൂരിൽ എത്തിച്ചേരും എന്നതാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതിനുശേഷം അവർ പുഴയിലെ അടിയൊഴുക്ക് വീണ്ടും ഇന്ന് രാവിലെ ഒരിക്കൽ കൂടി പരിശോധിക്കും. പിന്നീട് റഡാർ പരിശോധന നടത്തും. 2ാം ഘട്ടമെന്നോളം പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിലേക്ക് കടക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്മിത. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും വയനാട്, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തീരദേശവാസികളും മലയോര മേഖലകളിലുള്ളവരും അണക്കെട്ടിന് സമീപം താമസിക്കുന്നവരും അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടരുതെന്നാവശ്യപ്പെട്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ചാണ് വിധി പറയുക. റിപ്പോർട്ട് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാം എന്ന നിലപാടാണ് സാംസ്കാരിക വകുപ്പും വിവരാവകാശ കമ്മീഷനും കോടതിയിൽ സ്വീകരിച്ചത്. വിമൻസ് കളക്റ്റീവും വനിതാ കമ്മീഷനും ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നു. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുകളിൽ കേന്ദ്ര ഏജൻസികളിൽ
വിവരശേഖരണം ആരംഭിച്ചതായി സൂചന. ആദായനികുതി വകുപ്പ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ വിഭാഗങ്ങളാണ് അനൌദ്യോഗിക പരിശോധന തുടങ്ങിയിട്ടുള്ളത്. സെബി ചെയർപേഴ്സൺ മാധബി ബൂച്ചിനെതിരെ ഉയർന്ന ആരോപണങ്ങളാണ് പരിശോധിക്കുന്നത്. പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിലാണ് വിവരശേഖരണം തുടങ്ങിയത്. ഒളിമ്പിക്സ് ഗുസ്തിയിൽ നിന്ന് അയോഗ്യയാക്കിയ നടപടിക്കെതിരെ വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി ഇന്ന്. കായിക തർക്ക പരിഹാര കോടതി ഇന്ത്യൻ സമയം രാത്രി 9:30 വിധി പറയും. മത്സരങ്ങളെല്ലാം അവസാനിച്ചു. ഒളിമ്പിക്സിന് കൊടിയിറങ്ങി. താരങ്ങളെല്ലാം വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. പക്ഷേ ഇന്ത്യൻ ജനത ഇപ്പോഴും പാരീസിലേക്ക് ഉറ്റുനോക്കുന്നു, കാതോർക്കുന്നു ഒരു ചരിത്രവിധിക്കായി. അയോഗ്യയാക്കിയ നടപടിക്കെതിരെ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ കായിക തർക്ക പരിഹാര കോടതിയുടെ വിധി ഇന്നുണ്ടാകും. ഇന്ത്യൻ സമയം രാത്രി 9:30 വിധി പറയണമെന്നാണ് ആർബിട്രേറ്റർ ഓസ്ട്രേലിയക്കാരി അന്നാബെൽ ബെന്നറ്റിന് കോടതിയുടെ നിർദ്ദേശം. 50 കിലോ ഫ്രീസ്റ്റൈൽ ഗുസ്തി ഫൈനലിന് മുന്നോടിയായി നടത്തിയ ഭാരപരിശോധനയിൽ 100 ഗ്രാമിന്റെ കൂടുതൽ കണ്ടെത്തിയതാണ് വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയ്ക്ക് കാരണം. എന്നാൽ പ്രിലിമിനറി റൗണ്ടിനിറങ്ങുമ്പോൾ നിർദ്ദേശിച്ച ശരീരഭാരം മാത്രമാണ് തനിക്കുണ്ടായിരുന്നതെന്നും ഇതിനാൽ വെള്ളി മെഡൽ അനുവദിക്കണമെന്നുമാണ് വിനേഷിന്റെ വാദം. ഉത്തേജക മരുന്നടിയുടെ പേരിലല്ല അയോഗ്യതയെന്നും മാനുഷിക പരിഗണനയുണ്ടാകണമെന്നും വിനേഷിനു വേണ്ടി ഹാജരായ ഫ്രഞ്ച് അഭിഭാഷകനും IOA പ്രതിനിധീകരിച്ച മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേയും വാദിച്ചു. അതേസമയം നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കുമെന്ന ഗുസ്തിക്കാരുടെ സംഘടനയായ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗും 2 വെള്ളി മെഡൽ അനുവദിക്കാനാവില്ലെന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയും നിലപാടെടുത്തു. വിധി അനുകൂലമായാൽ ഒളിമ്പിക്സ് ഗുസ്തിയിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന ചരിത്ര നേട്ടം വിനേഷ് ഫോഗട്ടിന് സ്വന്തമാകും. ഇനി വിധി എതിരെങ്കിൽ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും നീറുന്ന വേദനയാകുമത്. സ്പോർട്സ് ഡെസ്ക് 24. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ പീഡിപ്പിച്ചു കൊന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആശുപത്രിയിലെ 7 റെസിഡന്റ് ഡോക്ടേഴ്സിനെ പോലീസ് ചോദ്യം ചെയ്തു. ആശുപത്രി സൂപ്രണ്ടിനെയും ചെസ്റ്റ് മെഡിസിൻ വകുപ്പ് മേധാവിയെയും ഇന്ന് ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിട്ടുണ്ട്. വനിതാ റെസിഡന്റ് ഡോക്ടർ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായതെന്ന് കുടുംബത്തെ ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട്. പോലീസ് അന്വേഷണം ഞായറാഴ്ചയ്ക്കകം പൂർത്തിയായില്ലെങ്കിൽ കേസ് CBIക്ക് വിടുമെന്ന് കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കുടുംബത്തിന് മുഖ്യമന്ത്രി മമതാ ബാനർജി ഉറപ്പ് നൽകിയിരുന്നു. കേസിൽ മുഖ്യപ്രതിയായി കണ്ടെത്തിയ പോലീസ് വോളണ്ടിയർ സഞ്ജയ് റോയ് എന്നയാളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ആശുപത്രികളിൽ ഡോക്ടേഴ്സിന് സുരക്ഷ ഉറപ്പാക്കണമെന്നും കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കണം എന്നതും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് റെസിഡൻസ് ഡോക്ടേഴ്സ് പ്രഖ്യാപിച്ച പണിമുടക്ക് രാജ്യവ്യാപകമായി തുടരുകയാണ്. കൊല്ലം ആശ്രാമത്ത് BSNL റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുടെ തെളിവെടുപ്പ് ഇന്നുണ്ടാകും. പന്തളം കുടച്ചനാട് സ്വദേശിയായ C പാപ്പച്ചനെ കൊലപ്പെടുത്തിയത് സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജറും ജീവനക്കാരനും നൽകിയ കൊട്ടേഷനിലൂടെയാണെന്ന് കണ്ടെത്തിയിരുന്നു. ചോദ്യം ചെയ്യൽ ഒരു ഘട്ടം പൂർത്തിയായി. ഇവരെ ഇന്ന് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രതികളെ ഒറ്റയ്ക്കും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യും. ഇന്നലെ അനിമോനെയും ഹാഷിമിനെയും കൊച്ചിയിൽ ഇവർ ഒളിവിൽ കഴിഞ്ഞ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുത്തിരുന്നു. സംസ്ഥാനത്ത് കൂടുതൽ പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണം കണ്ടാൽ അത് പറഞ്ഞ് ചികിത്സ തേടണം എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. വർഷങ്ങളായി വാട്ടർ ടാങ്ക് വൃത്തിയാകാത്തവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരത്ത് ഇതുവരെ 8 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 97% മരണനിരക്കുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. തുടക്കത്തിലെ രോഗം കണ്ടെത്തി ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും. തിരുവനന്തപുരത്ത് ഒരാൾ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചെങ്കിലും രോഗം സ്ഥിരീകരിച്ച മറ്റ്8 പേർക്കും കൃത്യമായ ചികിത്സ നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു. ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്നടക്കം നൽകിയാണ് ചികിത്സ. തിരുവനന്തപുരത്ത് ഇതുവരെ 3 സ്ഥലത്താണ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നെയ്യാറ്റിൻകരയിലെയും നാവായിക്കുളത്തെയും രോഗ ഉറവിടം കണ്ടെത്തിയെങ്കിലും പേരൂർക്കടയിലെ ഉറവിടം സംബന്ധിച്ച് വ്യക്തതയില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അതുപറഞ്ഞ് ചികിത്സ തേടണം. തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തുതിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തുടക്കത്തിലെ ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി സങ്കീർണമാകും. ലോകത്ത് ഇതുവരെ രോഗമുക്തി നേടിയത് 11 പേർ മാത്രമാണ്. കേരളത്തിൽ 2 പേരും രോഗമുക്തി നേടി. ചികിത്സയിൽ കഴിയുന്നവർക്ക് മെഡിക്കൽ ബോർഡിന്റെ ഏകോപനത്തിൽ ഫലപ്രദമായ ചികിത്സ നൽകുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം.
അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി നഗരത്തിൽ കിടപ്പാടത്തിനായി അലയുകയാണ് ഒരു അമ്മയും മകനും. 3 വർഷമായി വീട് നഷ്ടപ്പെട്ട ഇവരുടെ പരാതി കൊച്ചി കോർപ്പറേഷന് മുന്നിൽ പലതവണ എത്തി. എന്നിട്ടും അധികൃതർ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന പരാതിയുമുണ്ട്. കൊച്ചിയിലെ P&T കോളനിയിൽ ശക്തമായ വെള്ളക്കെട്ടിനെ തുടർന്ന് 67 കുടുംബങ്ങളെയാണ് പുനരധിവസിപ്പിച്ചത്. എന്നാൽ കോളനിക്ക് തൊട്ടടുത്തുള്ള വീടുകളിൽ താമസിക്കുന്ന 2 കുടുംബങ്ങളെ കോർപ്പറേഷൻ പരിഗണിച്ചില്ല. അതിൽപ്പെട്ടതായിരുന്നു 77-കാരിയായ ബേബിയും മകൻ വിനോദും. പായലുകൾ പൊതിച്ചു കിടക്കുന്ന വീടിന് വെളിയിലിറങ്ങിയാൽ മുട്ടറ്റം വെള്ളം. നിരന്തരം അസുഖങ്ങൾ പിടിപെട്ടതോടെ ബേബിയും കൂട്ടി 8000 രൂപ വാടകയിൽ മകൻ വിനോദ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. വെള്ളം വീട്ടിൽ കയറും. ഈ വെള്ളമുണ്ടല്ലോ, മഴവെള്ളം കയറും. വഴി കണ്ട വഴിയില്ല, വെറുതെ വെള്ളപ്പൊക്കം ഓർന്നു. പിന്നെ എൻ്റെ മോനെ ഒത്ത എടുത്തിട്ടാ പോണ, കൊച്ചുങ്ങളെ എടുത്തിട്ട് പോണവരെ. ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി കൊച്ചി കോർപ്പറേഷനും MLAയ്ക്കും MP-ക്കും പരാതി നൽകിയിട്ടും ഇടപെടലുണ്ടായില്ല. എല്ലാം ശരിയാക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വാച്ചും ചാർജറും വിറ്റ് കിട്ടുന്ന വരുമാനമാണ് ഏക ആശ്രയം. കോർപ്പറേഷൻ ഓഫീസിൽ ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങി വയസ്സായ അമ്മച്ചീനെ കിട്ടി. ഞാൻ പലവട്ടം കയറി ഇറങ്ങിയപ്പോൾ മേയർ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് നിൽക്കുകയാണ്, ഇത്രയും വീട്ടുകാർക്ക് വേണ്ടി. ഞങ്ങൾ ഈ കനാലിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് ആൾക്കാരെ മേയർ വില വെക്കുന്നില്ല. മേയറിന് ആവശ്യമില്ല, അവിടെ അപ്പുറത്ത് ഇപ്പുറത്തോട്ടുള്ളവരെ ആവശ്യമില്ലെന്നാണ് മേയർ പറയുന്നത്. അപ്പം ഇപ്പുറത്തുള്ളവരെ മാത്രമേ മേയറിന് ആവശ്യമുള്ളൂ. തലചായ്ക്കാൻ സ്വന്തമായൊരു വീട്, കാലങ്ങളായുള്ള ആവശ്യത്തിന് ഒരു അറുതി ഉണ്ടാകണമെന്ന് മാത്രമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കൊച്ചിയിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം YS അഭിനന്ദ്, 24. ഈ റിപ്പോർട്ട് അധികൃതർ കാണട്ടെ, അവർ അതിലേതെങ്കിലും കൃത്യമായിട്ടുള്ള ശരിയായൊരു തീരുമാനം എടുക്കട്ടെ. ആ കുടുംബത്തിന് ഒരു കിടപ്പാടം അതിനുള്ളൊരു പരിഹാരമാകട്ടെ. തങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഒരു റോഡ് വേണം എന്നത് ലക്കിടി പേരൂരിലെ പള്ളംതുരുത്തി നിവാസികളുടെ 6 പതിറ്റാണ്ട് കാലത്തെ ആവശ്യമാണ്. 50-ലേറെ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ ചിരകാല സ്വപ്നം പൂവണിയാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കണം എന്ന ആശങ്കയിലാണ് പ്രദേശവാസി. ഒരു വഴിയില്ലാണ്ട് ഇത്ര നാളും കഴിച്ചു നോക്കി. ഇനി കഴിക്കാൻ വയ്യ പറഞ്ഞ മക്കളും കൂടി ഞങ്ങൾക്ക് പോകാനും വരാനും ഒരു സൗകര്യം ഉണ്ടെങ്കിൽ എത്ര നന്നു നട്ടായിരിക്കുന്നത്. റെയിൽവേ നിർമ്മിച്ചു നൽകിയ അടിപ്പാത വഴിയായിരുന്നു 1961 വരെ ഇവിടുത്തുകാർ ഗതാഗതം നടത്തിയിരുന്നത്. 1961 ഇതിന്റെ വീതി കുറച്ചതോടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിനും പ്രതിസന്ധിയായി. പിന്നീട് ഇങ്ങോട്ടുള്ള 6 പതിറ്റാണ്ടോളം നരകതുല്യമായ ജീവിതമാണ് പള്ളംതുരുത്തിയിലെ കുടുംബങ്ങൾ ജീവിച്ചു വരുന്നത്. അസുഖബാധിതരായി നടക്കാൻ കഴിയാത്തവരെ തോളിൽ ചുമന്നാണ് വാഹനമെത്തുന്ന റെയിൽവേ പാതയ്ക്കപ്പുറം എത്തിക്കുന്നത്. ഈ തുരുത്തിലുള്ള ആരെങ്കിലും മരിച്ചാൽ സംസ്കാരത്തിനായി 1 കിലോമീറ്ററോളം മൃതദേഹം ചുമന്ന് നടക്കണം. 75 വയസ്സായി. വന്ന മുതൽത്തൊട്ട് മാരുള്ള ഒരു അനുഭവമാണ് കാണുന്നത്. വരാനും പോകാനുള്ള ബുദ്ധിമുട്ട് കൂടുതലാണ്. വെയ്യാതായി എഴുതിയിട്ട് പോകണം റെയിലിൻ്റെ അങ്ങോട്ട്. അതിന് റോഡ് ശരിയില്ല. അതുകൊണ്ട് വളരെ കഷ്ടമാണ് ഇവിടെ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇതിനെ പറ്റി. ഇപ്പം ഞങ്ങൾ വയസ്സായ ആൾക്കാർ 1-2 ആൾക്കാർ വീട്ടുകളിലുണ്ട്. അവർക്കൊക്കെ വയ്യാത്ത ആൾക്കാരാ. അതിന് കൊണ്ടുപോകാനോ ചെയ്യാനോ ഒന്നും പറ്റാത്ത രൂപത്തിലാണ് കാണുന്നത്. 30-ലധികം കുടുംബങ്ങളാണ് 5 വർഷത്തിനിടയിൽ ദുരിതം സഹിക്കവയ്യാതെ പള്ളംതുരുത്തിയിൽ നിന്ന് പലായനം ചെയ്തത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് അതിനും കഴിയാത്ത സ്ഥിതിയാണ്. നൽകിയ നിവേദനങ്ങളിലും പരാതികളിലും പ്രതീക്ഷ അർപ്പിച്ച് ഇന്നും കഴിയുകയാണ് ഇവിടുത്തുകാർ. 24 പാലക്കാട്. BJPയിൽ നിയന്ത്രണം ശക്തമാക്കാൻ RSS. ഈ മാസം 31 മുതൽ സെപ്റ്റംബർ 2 വരെ പാലക്കാട് ചേരുന്ന RSS ദേശീയ നേതൃയോഗം വിഷയം ചർച്ച ചെയ്യും. BJPയുടെ സംഘടനാ വീഴ്ചകൾ യോഗം അവലോകനം ചെയ്യും. RSSൽ നിന്നുള്ള കൂടുതൽ നേതാക്കളെ BJP പ്രവർത്തനത്തിന് നിയോഗിക്കുന്നതിലും പാലക്കാട് യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. BJP RSS നേതൃത്വങ്ങൾ തമ്മിൽ ചില സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ഭിന്നതകൾ പരിഹരിക്കുന്ന നിർദ്ദേശങ്ങളും പാലക്കാട് യോഗത്തിൽ ഉണ്ടായേക്കും. കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടർ സൗമ്യ സരിൻ തയ്യാറാക്കിയ പുസ്തകം പ്രകാശനം ചെയ്തു. കൊച്ചി IMA ഹാളിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MP ഡോക്ടർ R രമേഷ് കുമാറിന് പുസ്തകത്തിന്റെ ആദ്യ കോപ്പി കൈമാറി.
ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്ന പേരിൽ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ ഈ വർഷത്തെ മുഴുവൻ റോയൽറ്റി തുകയും വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന് ഡോക്ടർ സൗമ്യ സരിൻ അറിയിച്ചു. രാത്രി 10:30 24 സംപ്രേഷണം ചെയ്യുന്ന ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത ഷോയിൽ ഡോക്ടർ ഇൻ എന്ന പങ്ക്തി കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വിദഗ്ധയാണ് ഡോക്ടർ സൗമ്യ സരിൻ. കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കമ്പോസിറ്റ് രീതിയിൽ നിർമ്മിക്കുന്ന ആദ്യ പാലം ഇന്ന് നാടിന് സമർപ്പിക്കും. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിൽ നിർമ്മിച്ച മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുക. ദീർഘകാലമായി മണിക്കൂറുകളോളം ലെവൽ ക്രോസിൽ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങളുടെ യാത്രാദുരിതത്തിനാണ് പാലം തുറന്നുകൊടുക്കുന്നതിലൂടെ പരിഹാരമാകുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. റെയിൽവേ ക്രോസിന് മുകളിലായി റെയിൽവേ നേരിട്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അന്തിമ അറ്റകുറ്റപ്പണികളും അവസാനഘട്ട പെയിന്റിംഗ് ജോലികളും പൂർത്തിയാക്കിയാണ് പാലം ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നത്. മുൻ MLA R. രാമചന്ദ്രന്റെ ഇടപെടലിനെ തുടർന്ന് മുൻ LDF സർക്കാരാണ് 33.04 കോടി രൂപ അനുവദിച്ചത്. പാലത്തിന് 547 മീറ്റർ നീളവും 10.2 മീറ്റർ വീതിയുമാണുള്ളത്. കേരളത്തിൽ പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് രീതിയിൽ നിർമ്മിക്കുന്ന 10 മേൽപ്പാലങ്ങൾ അനുവദിച്ചതിൽ ആദ്യമായി നിർമ്മാണം പൂർത്തിയാക്കിയ പാലമാണ് മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം. ഇതിന്റെ പൈൽ ക്യാപ്പ്, ഡക്ക് സ്ലാബ് എന്നിവ കോൺക്രീറ്റ് രീതിയിലും പിയർ ക്യാപ്പ്, ഗർഡറുകൾ എന്നിവ സ്റ്റീലിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് 11.8 കോടി രൂപയും മേൽപ്പാല നിർമ്മാണത്തിന് 26.58 കോടി രൂപയുമാണ് ചെലവഴിച്ചത്. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി, കരുനാഗപ്പള്ളി MLA CR മഹേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. 24 കൊല്ലം. പ്രഭാത വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്.